ഹായ് ഗൈസ്, വെൽക്കം ടു ടെക്കി ബൈ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സോളാർ പാനലിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെ പറ്റി എന്താ ഡീറ്റെയിൽ പറയുന്നതെന്ന് വെച്ചാൽ MPPT ആണ്. MPPTനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ MPPT. അപ്പോൾ ഇതിൻ്റെ വന്നേക്കണമെന്ന് വെച്ചാൽ 40 ആംബിയറാണ്. അതായത് 20 ആംബിയർ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ള സോളാർ പാനൽ എന്ന് വെച്ചാൽ 325 വാട്ട്സിൻ്റെ ആണ്. 375 വാട്ട്സ് ആണ്. അപ്പോൾ ആ 325 വാട്ട്സിൻ്റെ ഒരു പാനൽ നമുക്ക് അപ്പോൾ കയറ്റാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ 40 ആംബിയർ എന്ന് പറയുമ്പോൾ 325 വാട്ട്സിൻ്റെ 3 പാനൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ മേലെയായിട്ട് നമുക്കിവിടെ MPPT സോളാർ ചാർജ് കൺട്രോളർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സോളാർ സ്റ്റാറ്റസ് ഉണ്ട്, പിന്നെ ചാർജ് ഓൺ ഉണ്ട്, പിന്നെ ബൈപ്പാസ് സ്റ്റാറ്റസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സോളാർ ഓഫും ഓണും ചെയ്യാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. പിന്നെ മേലെയായിട്ട് ഒരു ഫാൻ ഉണ്ട്, കൂളറാണ്. നമുക്ക് MPPT കൂൾ ചെയ്യാനുള്ളൊരു കൂളറും വെച്ചിട്ടുണ്ട് മേലെ. പിന്നെ പറയാനെന്താ, ഇവിടെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ബാറ്ററി 12 വാട്ട്സിൻ്റെ DC യൂണിറ്റ് ബാറ്ററീൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ MPPT കപ്പാസിറ്റി 40 ആംബിയറാണ്. പിന്നെ SPV മാക്സിമം വന്നേക്കുന്നത് 90 വോൾട്ടാണ് മാക്സിമം വന്നേക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ മാക്സിമം 90 ആണെങ്കിൽ നമുക്ക് 375 വാട്ട്സിൻ്റെ 3 പാനൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ വന്നേക്കണം. നമുക്ക് സോളാർ ലെഫ്റ്റും റൈറ്റും, അതായത് നെഗറ്റീവും പോസിറ്റീവും, പിന്നെ ബാറ്ററീൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഇതോ, പിന്നെ നമ്മൾ റിലേ ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ റിലേ ഇന്നും റിലേ ഔട്ടും, അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നേക്കണത്. ഇപ്പോൾ ഞാനിത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, ഡോൺ പവർ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ആ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ MPPTൻ്റെ വീഡിയോ. അപ്പോൾ ഇനി സോളാർ പാനൽ ഫിറ്റിങ്ങിൻ്റെയും പിന്നെ വയർ കണക്ട് ചെയ്യണതിൻ്റെ എല്ലാ വീഡിയോ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ചെയ്യണം. പിന്നെ എന്നും പറയുന്നത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ അതും കൂടി ഒന്ന്